ഇത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇതല്ല പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്നുള്ളത്. നമ്മളെ വണ്ടി എടുത്ത് വയനാട്ടിലേക്കാണ് ഈ ഒരു യാത്ര. കല്യാണം കഴിഞ്ഞ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ ജീവിതം എന്തോ വലിയ സംഭവം എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ സ്റ്റേക്കേഷനാണ്. അതും വയനാട്ടിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ടുള്ള മേപ്പിൾ ആഷ് റിസോർട്ടിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അങ്ങനെ അവിടുത്തെ ചെക്കിനും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ റൂമിലേക്ക് പോയി. റൂമിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജക്കൂസി ഇൻസൈഡ് ദ ബെഡ്റൂം ഗൈസ്. അങ്ങനെ അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ ആസ്വദിച്ചു. നമ്മൾ പിന്നെ നേരെ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്നാക്സ് ആയിരുന്നു നമ്മൾ ആദ്യം കഴിച്ച്. പിന്നെ നമ്മൾ ഡിന്നർ കഴിച്ചു. ഇവിടുത്തെ ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ലഞ്ച് ഇതൊക്കെ നമുക്ക് ബുഫേ ആയിരുന്നു. ഫുഡ് ഒരു രക്ഷയല്ല. കാരണം ഫുഡ് കൊളായി കഴിഞ്ഞാൽ എല്ലാം കൊളായിന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ ഫുഡ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. നമ്മൾ രണ്ടാളും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ച്. സത്യം പറഞ്ഞ ഒരു മച്ച് നീഡഡ് ട്രിപ്പായിരുന്നു കേട്ടോ. കാരണം എത്ര തിരക്കാണെങ്കിലും എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെയൊക്കെ പോകണം എന്നാണ് ഞാൻ നിങ്ങളടുത്ത് സജസ്റ്റ് ചെയ്യുക. കപ്പിൾസൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് ലൈക്ക് സ്വിമ്മിംഗ് പൂൾ, വർക്കൗട്ട് ഫ്രീക്സ് ആണെങ്കിൽ യു ഗോട്ട് ജിംസ്, സ്പാ. ഞാൻ റിസോർട്ടിൽ പോയി കഴിഞ്ഞാൽ ആദ്യം അന്വേഷിക്കുന്ന സ്ഥലമാണ് അവിടുത്തെ ഗെയിമിംഗ് ഏരിയ. ഒരു രക്ഷയല്ല. നമുക്ക് ഇഷ്ടമുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്പോർട്സും അവിടെ ഉണ്ട്. ബാസ്കറ്റ് ബോൾ ഉണ്ട്, ബാഡ്മിൻ്റൺ ഉണ്ട്. അങ്ങനെ അവിടുന്ന് പിറ്റേ ദിവസത്തെ ലഞ്ചും കൂടി കഴിച്ചിട്ടാണ് നമ്മൾ അവിടുന്ന് ചെക്കൗട്ട് ചെയ്തത്. അപ്പോൾ റിസോർട്ടിന്റെ പേര് ആരും മറക്കണ്ട, മേപ്പിൾ ആഷ് റിസോർട്ട് അറ്റ് വയനാട്. ബൈ.